ഡയറ്റ് പ്ലാൻ അനുസരിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ അത് നമ്മുടെ വയറ് പെട്ടെന്ന് ഫിൽ ആവാൻ സഹായിക്കും. കേർഡ് റൈസ് ആണ് ഇന്ന് ഉച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ട് സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. വയറിലുള്ള നല്ല ബാക്ടീരിയ ഉണ്ടാക്കാനും ഈ ചീത്ത ബാക്ടീരിയ ഒക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ആയുഫിറ്റ് എന്നുള്ളത്. ഇതിൽ നിങ്ങൾക്കൊരു ഡോക്ടർ ഉണ്ടാവും, ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാവും, ഒരു ഫിറ്റ്നസ് ട്രെയിനർ ഉണ്ടാവും. അതൊന്ന് പ്രൂവ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് ഒരാഴ്ച നല്ല കൃത്യമായിട്ടുള്ള ഡയറ്റ് ചെയ്തിട്ട് ഞാൻ എത്രത്തോളം വെയിറ്റ് കുറയുന്നുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതിന്റെ ഓരോ ദിവസത്തെ വീഡിയോയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയുടെ 4ാമത്തെ ദിവസമാണ്. നമുക്ക് എന്തൊക്കെയാണ് കഴിച്ചിട്ടുള്ളതെന്ന് വിശദമായിട്ട് പറയാം. ആക്ച്വലി പറഞ്ഞപ്പോൾ ഈവനിങ് ടൈം ആട്ടോ. ഞാൻ സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോടും കൂടി എല്ലാ കാര്യങ്ങളും പറയാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഡയറ്റ് പ്ലാൻ അനുസരിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ഇഡ്ഡലി ആയിരുന്നു. 2 ഓട്സ് ഇഡ്ഡലിയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെന്നുള്ള. അപ്പോൾ 2 ഓട്സ് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുക. ഈ ഓട്സിന്റെ പ്രത്യേകത ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് വെയിറ്റ് ലോസ് ജേണിയിലൊക്കെ. അതേപോലെ ഷുഗർ കുറയ്ക്കാനും BP കുറയ്ക്കാനും ഒക്കെ ഓട്സ് കഴിക്കുന്നവരാണ് പലരും. അപ്പൊ അതിൽ സോലുബിൾ ഫൈബർ ഉണ്ട്, ബീറ്റാ ഗ്ലൂക്കൻ എന്നാ പറയാം. അത് നമ്മൾ കഴിച്ചാൽ അത് നമ്മുടെ വയറിൽ എത്തിക്കഴിഞ്ഞാൽ ജെല്ല് പോലെ വീർക്കാൻ തുടങ്ങും. അപ്പോൾ അത് നമ്മുടെ വയറ് പെട്ടെന്ന് ഫിൽ ആവാൻ സഹായിക്കും. അത് നമ്മുടെ വയറിങ്ങനെ ഫില്ലായിക്കൊണ്ടിരുന്നാൽ നമുക്ക് പിന്നെ ഓവർ ഈറ്റിംഗ് അത് തടയും. അതുപോലെ വയറ് ക്ലീൻ ആവാൻ കുറച്ചും കൂടി ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെട്ടെന്ന് മലബന്ധം ഉണ്ടാവുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നതൊക്കെ ഈ ഓട്സ് കഴിച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ഇഡ്ഡലിയാണ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വിശദമായിട്ട് പറയാം. സിമ്പിൾ ആട്ടോ, നമുക്ക് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ റോൾഡ് ഓട്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് അത് പൊടിച്ചെടുത്തതാണ് ഈ ബൗളിൽ കാണുന്നത്. അതിലേക്ക് അതേ അളവിൽ നമ്മൾ റവ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ആ ബൗളിലേക്ക് മിക്സ് ചെയ്തു. ഇനി നമുക്കതിലേക്ക് തൈര് ആഡ് ചെയ്യണം. പുളി അനുസരിച്ച് നിങ്ങൾക്ക് തൈരിൻ്റെ അളവിൽ മാറ്റം വരുത്താം. ഇത് പുളി കുറവുള്ള തൈരായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര എടുത്തത് കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. നമുക്ക് ഇഡ്ഡലിയുടെ മാവ് അറിയാലോ, കുറച്ചൊരു ലൂസായിട്ടുള്ള, എന്നാൽ അധികം ലൂസാവാതെ ഉള്ള മാവല്ലേ. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് ഇത്തിരി ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തൂവിയതിന് ശേഷം ഈ ഓരോ ഇതിലേക്കും ഒഴിച്ചു കൊടുക്കുക. അത് എന്നിട്ട് നിങ്ങൾ അതിലേക്ക് നല്ല പച്ചക്കറികൾ, ഞാൻ ഇതിൽ ക്യാരറ്റും ക്യാപ്സിക്കും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്, അത് ആ മാവിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നമുക്കത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ 2 ഇഡ്ഡലിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നീട് നമ്മളൊരു 11 മണിക്ക് സ്നാക്ക് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് ആപ്പിൾ ആണ്. ഒരു 100 ഗ്രാം ആപ്പിൾ ആണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. ഈ 11 മണിയൊക്കെ ആകുമ്പോൾ ചിലർക്ക് അവിടെ എനർജിയൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ തോന്നും അല്ലേ, ചിലപ്പോൾ ക്ഷീണം പോലെയൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും മധുരം കഴിക്കണം എന്നൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പിൾ കഴിക്കാൻ പറ്റും. ആപ്പിൾ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. ആപ്പിൾ കിട്ടാത്തവർക്ക് ഉറുമാമ്പഴോ അതുപോലെ പേരയ്ക്കയോ ഏതാണോ നിങ്ങളുടെ സീസണൽ, ആ സീസണിൽ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട് അത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്നാക്സ് കഴിഞ്ഞു. പിന്നെ ഇന്ന് ലഞ്ചിന് ഒരു വെറൈറ്റി ഡിഷാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വളരെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും, അത്രയും പോഷക മൂല്യമുള്ളതാണ്. തൈര് വെച്ചിട്ടാണ് നമ്മൾ കേർഡ് റൈസ് ഉണ്ടാക്കുന്നത്. കേർഡ് റൈസ് ആണ് ഇന്ന് ഉച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കേർഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ അതിന് 200 ഗ്രാം റൈസ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലാക്കിയിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പാല് ചേർക്കണം. നെയ്യൊക്കെ മാറ്റിയിട്ടുള്ള നല്ല പാലാണ് ചേർക്കുന്നത്, ഒരു ചെറിയ ബൗള്. എന്നിട്ട് അതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്യണം. തൈര് അധികം പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്. നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്കത് ചേർക്കാൻ പറ്റും. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അതുപോലെ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് വേണ്ടത്. എരിവ് കുറവാണെങ്കിൽ വീണ്ടും നിങ്ങൾക്കത് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വറവിടണം.
ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്തു. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുക് ഇടണം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അതൊന്ന് ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ചേർക്കണം. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഏകദേശം നമ്മുടെ വറവിടാനുള്ള സാധനം ആയിട്ടുണ്ട്. ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേർഡ് റൈസിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടല ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതുപോലെ കുറച്ച് ഉറുമാമ്പഴം. ഇത് കുറച്ചുകൂടി ടേസ്റ്റി ആവാനും അതിൻ്റെ പോഷക മൂല്യം കൂടാനും എല്ലാവർക്കും ഇഷ്ടപ്പെടാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയും പോഷക മൂല്യമുള്ള ഒന്നാണ് കേർഡ് റൈസ്. ഒരു 200 ഗ്രാം ഒക്കെ മതി. തൈര് കഴിക്കുന്നതുകൊണ്ട് അത് നമ്മുടെ ദഹന വ്യവസ്ഥയിലുള്ള നല്ല ബാക്ടീരിയ കൂടുതലാവാനും ചീത്ത ബാക്ടീരിയ കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കും. ഇത് നിങ്ങളുടെ വെയിറ്റ് ലോസ് ചെയ്യണയിൽ സഹായിക്കുന്ന ഒരു വിഭവമാണ്. തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിൽ പറയുക. കേടിന്റെ ഗുണങ്ങൾ അറിയാലോ അല്ലെ എല്ലാവർക്കും. കേട് എന്ന് പറയുന്നത് അത്രയും പോഷകമൂല്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കേടില് തൈരില് എന്തെല്ലാം ഉണ്ട്? സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്. ഇത്രയൊക്കെ പോഷകമൂല്യമുള്ള ഒന്നാണ് തൈര്. നമ്മൾ ഡയറ്റിലാണെങ്കിൽ പോലും തൈര് നമുക്ക് ഭയങ്കര ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അത്രയും നല്ല പ്രോട്ടീനാണത്. അത് അതേപോലെ പ്രോബയോട്ടിക് ആണ്. അതായത് അത് കഴിച്ചാൽ അത് നമ്മുടെ വയറിന് ഗട്ട് ഹെൽത്തിൽ വളരെയധികം നല്ലതാണ്. കാരണം നമ്മുടെ വയറിലുള്ള നല്ല ബാക്ടീരിയ ഉണ്ടാക്കാനും ഈ ചീത്ത ബാക്ടീരിയ ഒക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ കേർഡ് റൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും അത് കഴിച്ചു നോക്കാം. കേർഡ് റൈസ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ അളവ് തന്നെയാണ്. കാരണം ഒരു 200 ഗ്രാം ആണ് നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ടത്. ഞാൻ അളന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. 200 ഗ്രാം ആണ് നമ്മൾ ലഞ്ചിന് വേണ്ടി മാറ്റി വെക്കുന്നത്. അപ്പൊ ഏകദേശം ഈ അളവിൽ നിങ്ങളും കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറഞ്ഞു അല്ലേ, നമ്മൾ ഈവനിങ് സ്നാക്ക് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത് മക്കാനയാണ്. മക്കാന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാണുന്നുണ്ടോ? അപ്പോൾ ഈവനിങ് സ്നാക്ക് മക്കാനയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ. ഞാൻ അത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് ബട്ടർ ഒന്നുമില്ല, കുറച്ച് ബട്ടറിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തത്. കുറച്ചും കൂടി ടേസ്റ്റ് ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും അതിന്റെ കുറച്ച് മസാലപ്പൊടികളും ചേർത്തു എന്നേ ഉള്ളൂ. ഭയങ്കര ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് അല്ലെ. ഇതിങ്ങനെയാണ് ഏകദേശം ഷേപ്പ് ഉണ്ടാവുക. അത് നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മളിപ്പോൾ ഡയറ്റിലാണെങ്കിലൊക്കെ ഈ മക്കാന കഴിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു തൃപ്തി ഉണ്ടാവും. കാരണം ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും വെയിറ്റ് തോന്നുന്നില്ല അത്. അതുകൊണ്ട് തന്നെ കുറെ കഴിക്കാൻ പറ്റും. സ്നാക്കായിട്ട് നമുക്ക് കുറെ കഴിച്ചൊരു പ്രതീതി ഉണ്ടാവും. അപ്പൊ ഒരു ചെറിയ ബൗൾ എടുക്കുക. അപ്പൊ അത് നിറയെ നിങ്ങൾക്ക് ഒരു 30 ഗ്രാം എന്നൊക്കെ പറഞ്ഞാല് ഒരു ബൗള് നിറയെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഈ മക്കാന എന്ന് പറയുന്നത് ലോട്ടസിന്റെ സീഡാട്ടോ. ഈ താമരയുടെ സീഡാണ്. ബീഹാറിലൊക്കെ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പൊ പല സൂപ്പർ മാർക്കറ്റുകളും കിട്ടുന്നുണ്ട്. ഇപ്പൊ കോമൺ ആയിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പൊ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക്, അതുപോലെ BP ഒക്കെ കൂടുതലുള്ളവർക്ക് ഒക്കെ, ഹൃദയത്തിന്റെ ആരോഗ്യത്തിനൊക്കെ ഈ മക്കാന നല്ലതാണ്. അപ്പൊ സ്നാക്കായിട്ട് ഒന്നും ഈ വറുത്ത് പൊരിച്ച സാധനങ്ങളൊക്കെ കഴിക്കുന്നതിന് പകരം നിങ്ങൾ മക്കാന ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റിൽ പറയാം കേട്ടോ. അപ്പോൾ ഈവനിങ് സ്നാക്ക് കഴിച്ചു. നമ്മുടെ അതിന്റെ എത്ര അളവ് എടുക്കണം എന്നും പറഞ്ഞു. 30 ഗ്രാമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഡിന്നറിന്റെ കാര്യം നോക്കാം. ഡിന്നർ നേരത്തെ കഴിക്കുക. ഒരു 7:30 to 8 അതിനുള്ളിൽ ഡിന്നർ കഴിച്ചിട്ടുണ്ടാവണം. നമ്മൾ ഇന്ന് ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇഡ്ഡലി തന്നെയാണ്. ഓട്സ് ഇഡ്ഡലി ഓൾറെഡി രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ട്. അത് നമ്മൾ 2 കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടെ സാമ്പാറും. അപ്പൊ ഈ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കായിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഓട്സ് ഇഡ്ഡലിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളവർ വീട്ടില് പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പലപ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ പുതിയ റെസിപ്പികൾ ഉണ്ടാക്കുമ്പോൾ അവർ പരിചയിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളായിരിക്കും അവർക്ക് കഴിക്കാൻ ഇഷ്ടം. അപ്പൊ അവർക്ക് നോർമൽ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ ഇഡ്ഡലി എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാ. അല്ലാതെ ഇപ്പോ വർക്കൊക്കെ ചെയ്യുന്നവരാണ്, പുറത്ത് ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടവരൊക്കെ ആണെങ്കിൽ എപ്പോഴും നമുക്കായിട്ട് ഒരു സാധനം ഉണ്ടാക്കുക എന്നുള്ളത് എപ്പോഴും റിസ്ക് ആണ്. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ പൊടിക്കൈകൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം, അതുപോലെ വെയിറ്റ് കുറയ്ക്കുകയും ചെയ്യാം, ബാക്കിയുള്ളവർക്കുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം.
വീട്ടിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെയാകുമ്പോൾ കുറച്ച് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് തോന്നും അല്ലേ, ഞാൻ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിയില്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാക്കുമ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ നോക്കുക. ഇപ്പൊ കേർഡ് റൈസ് അത്ര ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ തൈര് മാത്രമല്ലേ അവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. അങ്ങനെയുള്ള റെസിപ്പികളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെയുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ അത് കമന്റിൽ പറയുക. നിങ്ങൾക്ക് അങ്ങനത്തെ റെസിപ്പികൾ അറിയുന്നുണ്ടെങ്കിൽ അതും പറയുക. അത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ. ഇപ്പൊ മക്കാൻ അറിയാത്ത കുറെ പേരുണ്ടാവും, അതുപോലെ കേർഡ് റൈസ് ഉണ്ടാക്കാൻ അറിയാത്തവർ കുറെ പേരുണ്ടാവും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതൊക്കെ ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ പറയുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ ഡേ 4 നിൽക്കുന്നത്. ഒരു വീക്ക് മുഴുവൻ നമുക്ക് എല്ലാ ഡയറ്റും പറഞ്ഞിട്ട് ഇങ്ങനെ പോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. Live better, feel better. Thank you.